Hello everyone, welcome to Career Talks with Avodha. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ആതിരയാണ്. ഹായ് ആതിര. ഹായ്, ഏത് കോഴ്സായിരുന്നു ചെയ്തത് അവോധയില്? ഞാൻ എക്സൽ ടാലി GST. ഓക്കെ, എവിടെയാ സ്ഥലം? ഞാൻ താമസിക്കുന്നത് ചേർത്തലയാണ്. എന്താണ് അവോധയിൽ പഠിച്ചിറങ്ങിയിട്ട് ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്താണ്? നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം എനിക്ക് 3 മാസം കൊണ്ട് അത്യാവശ്യം നമുക്ക് അക്കൗണ്ട്സിന്റെ ബേസും അതുപോലെ ടാലി GST നല്ല ബേസ് കിട്ടി. ഡൗട്ട് ക്ലിയറൻസ് സെക്ഷനിലൊക്കെ ജോയിൻ ചെയ്തിരുന്നോ? ഡൗട്ട് ക്ലിയറൻസ് സെക്ഷനിൽ ജോയിൻ ചെയ്തായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയിരുന്നോ? ഡൗട്ട്സ് ഒക്കെ നന്നായിട്ട് ക്ലിയർ ആയി. ഓക്കെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, റെക്കോർഡഡ് ക്ലാസ്സസ് ആണല്ലോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ക്ലാസ്സസ് എങ്ങനെയുണ്ടായിരുന്നു? യൂസ്ഫുൾ ആയിരുന്നോ? യൂസ്ഫുൾ ആയിരുന്നു. റെക്കോർഡ് ക്ലാസ്സസ് ആണെന്ന് പറഞ്ഞപ്പോ ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഡൗട്ട്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ. പക്ഷെ നല്ല ക്ലിയർ ആയിട്ട് ക്ലാസ് എടുത്തു തന്നു. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നന്നായിട്ട് ഇത് ചെയ്തു. ഓക്കെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ ഓക്കെ ആതിര, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവോധ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത്ര ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഓൺലൈൻ കോഴ്സസിന്റെ ഫീ സ്ട്രക്ചർ ആണ്, 2800 റുപ്പീസ്. അപ്പൊ ആതിര ജോയിൻ ചെയ്ത സമയത്ത് ആ ഒരു ഫീ സ്ട്രക്ചറിന്റെ ആ ഒരു പേരിൽ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോസിബിൾ ആയിരിക്കോ 2800 റുപ്പീസിന് എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു? കാരണം നമ്മൾ പുറത്തൊരു കോഴ്സ് 3 മാസം ടാലി കോഴ്സ് ചെയ്യുന്നതിന് നല്ല എമൗണ്ട് ആവുമല്ലോ. 2800 എന്ന് പറയുമ്പോ ശരിക്കും കോഴ്സ് എങ്ങനെയായിരിക്കും എന്ന് സംശയം ഉണ്ടായിരുന്നു. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുമോ, ഇത് ക്ലിയർ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ടുള്ള രീതിയിലായിരുന്നില്ലേ ക്ലാസ്സുകളൊക്കെ? അതെ, എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ടുണ്ട്. എക്സൽ ആണെങ്കിലും ഫുൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടാലി GST ടാക്സ് സെക്ഷൻ ഒക്കെ നന്നായിട്ട് കവർ ചെയ്ത് റിട്ടേണിന്റെ ആ ഒരു ടോപ്പിക് ഒക്കെ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2800 നല്ല കോഴ്സാണ്. കാരണം നമുക്ക് പുറത്തൊരു ഈ കോഴ്സ് ഒക്കെ ചെയ്യുന്നതിന് നല്ല എമൗണ്ട് ആവും. വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അന്വേഷിച്ചിട്ടാണോ അവോധ ജോയിൻ ചെയ്തത്, അതോ ഡയറക്റ്റ് അവോധ ചൂസ് ചെയ്യായിരുന്നോ? വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അന്വേഷിച്ചിട്ടില്ല. കാരണം നമ്മളിപ്പോ എന്തായാലും ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു. കാരണം കോഴ്സിനെ കുറിച്ച്, ഓൺലൈൻ കോഴ്സിനെ കുറിച്ച് സെർച്ച് ചെയ്തിട്ട് തന്നെ റിവ്യൂസ് ഏറ്റവും നന്നായിട്ട് ഉണ്ടായിരുന്ന അവോധയായിരുന്നു. യൂട്യൂബിൽ കുറെ വീഡിയോസ് ഒക്കെ കണ്ടു. അത് വെച്ചിട്ടാണ് അവോധയിൽ കോണ്ടാക്ട് ചെയ്തത്. ആരാണ് അവോധ സജസ്റ്റ് ചെയ്ത് തന്നത്? അവോധ എന്റെ കൂടെ പഠിച്ചൊരു കുട്ടിയോടെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടിയാണ് പറഞ്ഞത് അവോധയിലെ കോഴ്സ് നല്ലതാണെന്ന് പറഞ്ഞു. ആദ്യം ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്തായിരുന്നോ? ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ജോലി ചെയ്തിട്ടില്ല അതുവരെ, ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇതുപോലെ തന്നെ കരിയർ ബ്രേക്ക് വന്ന ഒരാളാണ്. നോക്കുന്നുണ്ട്, ജോലി നോക്കിയിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ടാലി നോക്കിയിട്ട് 3 മാസത്തെ കോഴ്സ് എന്തായാലും 2500 എന്ന് വെച്ചാൽ നല്ല കാര്യമാണല്ലോ. അതിലിപ്പോ കറന്റ് വർക്കിംഗ് ആണോ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യാണോ? ഇന്റേൺഷിപ്പ് ചെയ്യാണ്. ഓക്കെ, ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കമ്പനിയുടെ നെയിം എന്താണ്? ബിജു വർഗീസ് ആൻഡ് അസോസിയേറ്റ്സ്. ഒരു വർക്ക് ഫ്രം ഹോം അല്ല, ഓഫീസ് ജോബാണ്. ഞാൻ ലീവ് ആണ്. ഓക്കെ ഓക്കെ, വർക്കിംഗ് ഹവേഴ്സ് ഒക്കെ എങ്ങനെയാ വരുന്നത്? വർക്കിംഗ് ഹവേഴ്സ് കുഴപ്പമൊന്നുമില്ല, 9:30 to 5 ആണ്. ഓക്കെ, എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ജോബിന് കയറിയിട്ട്? ഇന്റേൺഷിപ്പ് ആണെങ്കിലും നന്നായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. കാരണം അക്കൗണ്ടിങ് ഫേം ആയതുകൊണ്ട് കാരണം ടാലി GSTയുടെ റിട്ടേൺ ഫയലിംഗും എല്ലാം നന്നായിട്ട് പഠിക്കാൻ പറ്റും. അതുപോലെ നല്ല അറ്റ്മോസ്ഫിയർ ആണ്. ഓഫീസ് നല്ല ഇതാണ്. അവിടെ തന്നെ ഇപ്പൊ ഞങ്ങള് 2-3 പേര് അവോധയിൽ തന്നെ വന്ന ആൾക്കാരുണ്ട്. ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്. ഓക്കെ ഓക്കെ, അവോധയിലെ ജാപ്പ് പ്രോഗ്രാമിനെ കുറിച്ച് അറിയാലോ. ഇപ്പൊ ജാപ്പിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് എന്താണ്? ജാപ്പ് നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം എല്ലാവർക്കും ഇന്റർവ്യൂ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഇന്റർവ്യൂ സെക്ഷനിൽ പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും. ഇത് പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു ട്രെയിനിങ് പോലെ ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു പേടി ഉണ്ടാവില്ല. വേറെ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാണ്, എങ്ങനെയാണ് ബയോഡേറ്റ പ്രിപ്പയർ ചെയ്യേണ്ടത്, അതുപോലെ ഇന്റർവ്യൂ സെക്ഷൻ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത്, ക്ലിയർ ആയിട്ടുള്ള ഒരു ഇത് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഏത് ജോലിക്കാണ് നമ്മൾ പോകുന്നത് അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ ചോദിക്കുന്നുണ്ടല്ലോ. നമുക്കൊന്ന് പ്രിപ്പയർ ആയിട്ട് പോകാൻ പറ്റും ജാപ്പില് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. അതാണ് ഏറ്റവും നല്ല. കാരണം നമുക്ക് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ എന്തായാലും എല്ലാവർക്കും പേടി, ഒരു ഉള്ളിൽ പേടി ഉണ്ടാവും. പക്ഷെ ആ ഒരു ഇത് നമുക്ക് ഉണ്ടാവില്ല ജാപ്പ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ.
ഓക്കെ ഓക്കെ. അപ്പോ അതിര മൊത്തത്തില് ഹാപ്പിയാണ് അവോധ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചതില്. അതെ, കാരണം ഞാൻ പറഞ്ഞല്ലോ 7 വർഷം എനിക്ക് ബ്രേക്ക് വന്നതുകൊണ്ട് നമുക്കൊരു ജോലി കിട്ടാൻ എന്തായാലും ബുദ്ധിമുട്ടുണ്ടാവും. കുറെ സ്ഥലത്ത് ഞാൻ അന്വേഷിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു പ്ലേസ്മെന്റ് കൺസൾട്ടൻസിൽ ഞാൻ ആദ്യം രജിസ്റ്റർ ചെയ്തായിരുന്നു. പക്ഷെ ഇവര് വിളിക്കുമ്പോ പറയും നമുക്ക് ഇത്രയും ബ്രേക്ക് ഉള്ളത് കൊണ്ട് കിട്ടാൻ പാടാണ്, ബുദ്ധിമുട്ടാണെന്നൊക്കെയാണ് അന്നേരം പറയുന്നത്. പക്ഷെ നമുക്ക് ഇങ്ങനെ അവോധ കയറി ആ സർട്ടിഫിക്കറ്റ് കിട്ടി അതേ നാളെ 2 ആഴ്ചക്കുള്ളിൽ എനിക്കത് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇന്റേൺഷിപ്പ് ആണെങ്കിലും കയറാൻ പറ്റും. ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് എന്തായാലും 3 മാസം കഴിയുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് ആവും. അപ്പൊ വേറെ ഒരു ജോബിന് കിട്ടുമല്ലോ. അതുപോലെ ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ പ്ലേസ്മെന്റ് കൺസൾട്ടൻസി ഒക്കെ ഉണ്ടെങ്കിലും പല പല സ്ഥലങ്ങളിൽ നല്ല ഓഫീസുകളിലല്ലായിരിക്കും നമുക്ക് ഇങ്ങനെ അവർ ഇന്റർവ്യൂ വിളിച്ച് പറയുന്നത്. ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. അവിടെ എന്ന് പറയുമ്പോൾ അവര് ജസ്റ്റ് നമുക്കൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യിപ്പിക്കണമെന്നോ എന്നുള്ള ഒരു ഇതിലാണ് പല സ്ഥാപനങ്ങളും നമ്മൾ ചെല്ലുമ്പോൾ എനിക്ക് അറിയണം അത്ര നല്ല ഇതല്ലാന്ന്. പക്ഷെ ഇത് ഞാൻ 2 സ്ഥലത്ത് പോയി, രണ്ടും നല്ലതാണ്. ഇപ്പൊ ജോയിൻ ചെയ്യുന്ന സ്ഥലവും 10-25 വർഷം ഇതുള്ള സ്ഥലമാണ്. നല്ല അക്കൗണ്ടിങ് എല്ലാം നന്നായിട്ട് പഠിക്കാനും പറ്റും. നല്ല സ്ഥാപനമാണ് ഇപ്പൊ ജോയിൻ ചെയ്തത്. Okay, Adira, thank you so much for joining Career Talks with Avodha, and all the best